ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളുമായി രാജ്യം മുന്നോട്ട്. ഒന്നാംഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. കേരളത്തിൽ PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വാദം കേൾക്കും. ഇന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനം. ലോകത്താകമാനം 60 ലക്ഷത്തോളം പേർ രോഗബാധിതരെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. IPL 2020 ക്രിക്കറ്റ് 17ാം സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒന്നാംഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ട തമിഴ്നാടടക്കം 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് തുടങ്ങിയത്. ബീഹാറിൽ മാർച്ച് 28-നും മറ്റിടങ്ങളിൽ മാർച്ച് 27-നുമാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. വോട്ടെണ്ണൽ ജൂൺ 4-ന്. 60-അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32-അംഗ സിക്കിം നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഏപ്രിൽ 19-നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികകളും സ്വീകരിച്ചു തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയും ഓൺലൈനായും വിവരങ്ങൾ സമർപ്പിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 4-ന് പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തും. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ടൈറ്റാനിയം, പാളയം, മണക്കാട്, ഭീമാപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് മുതൽ പട്ടം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും. പൊതുജനങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് കോൾ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. ജില്ലകളിൽ 1950 എന്ന നമ്പരിലും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ 1804251965 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. ഏപ്രിൽ 13, 27 തീയതികളിൽ നിശ്ചയിച്ച ബിരുദതല പ്രാഥമിക പരീക്ഷ മെയ് 11, 25 തീയതികളിലേക്ക് മാറ്റി. ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും സംഗമഭൂമിയായ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് UDF, LDF, NDA സ്ഥാനാർത്ഥികൾ. മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി സുരേഷ് ബാബു. മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, കൊണ്ടോട്ടി, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ 7 നിയമസഭകളാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. മണ്ഡലം UDF-നായി നിലനിർത്താൻ മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീറും 2004-ലെ അട്ടിമറിയുടെ ആവർത്തനമൊരുക്കാൻ LDF-ന്റെ CPM സ്ഥാനാർത്ഥി V വസീഫും മലപ്പുറം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി NDA-യുടെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ റോഡ് ഷോകളും പ്രമുഖ വ്യക്തിത്വങ്ങളെ നേരിൽ കാണലും പൂർത്തിയാക്കി മണ്ഡല പര്യടനം തുടരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ അബ്ദുൽ സമദ് സമദാനിയാണ് മലപ്പുറത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 7ഇടത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിശക്തമായ പ്രചാരണത്തിലൂടെ മലപ്പുറത്തിന്റെ മണ്ണിനെ ഉഴുതുമറിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDF-നുണ്ട്. NDA ആകട്ടെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെ ഗോദയിൽ ഇറക്കിയതും പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ്. സ്ഥാനാർത്ഥി പര്യടനങ്ങളും ചെറുതും വലുതുമായ കൺവെൻഷനുകളും ഒക്കെയായി പൊള്ളുന്ന വേനൽ ചൂടിനെ മറികടക്കുകയാണ് മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് കുന്നമംഗലം, ചാത്തമംഗലം, കൊടുവള്ളി, താമരശ്ശേരി എന്നിവിടങ്ങളിലെ കലാലയങ്ങളിൽ പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് ബാലുശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി MD രമേശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വാദം കേൾക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനത്തിൽ തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ സമിതിക്ക് രൂപം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഹർജി. സർക്കാർ പണമിടപാടുകൾക്കായി എല്ലാ ബാങ്ക് ശാഖകളും മാർച്ച് 31-ന് ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തെ സർക്കാർ പണമിടപാടുകൾക്കായി ബാങ്കുകളോട് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്ന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഗുജറാത്ത്, പഞ്ചാബ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള നോൺ കേഡർ ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്.
ഝാർഖണ്ഡിൽ ഒഴിവുവന്ന 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നു. വൈകിട്ട് 5ഓടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. രാജ്യസഭാംഗങ്ങളായ ധീരജ് സാഹുവിന്റെയും സമീർ ഒറോണിന്റെയും കാലാവധി മെയ് 3-ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ്. വിവാദ പരാമർശത്തിൽ ബംഗളൂരു നോർത്ത് ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ശോഭ കരന്തലേജയ്ക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. ഡിഎംകെ നൽകിയ പരാതിയിൽ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് US. അരുണാചൽ പ്രദേശിന് മേൽ ചൈനീസ് സേന തുടർച്ചയായി അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് ബൈഡൻ ഭരണകൂടം നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷം മാർച്ച് 17 വരെയുള്ള കാലയളവിൽ പ്രത്യക്ഷ നികുതി വരുമാനം 18.9 ലക്ഷം കോടി രൂപയിലെത്തി. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ചേർന്ന തുകയാണിത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19.88% വരുമാന വളർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കരിക്കകം ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് ഇന്ന്. നാളെയാണ് കരിക്കകം പൊങ്കാല. പൊങ്കാലയോടനുബന്ധിച്ച് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് റോഡിൽ കുഴിവിള മുതൽ ചാക്ക വരെയുള്ള ഭാഗത്തും സർവീസ് റോഡുകളിലും വെൺപാലവട്ടം, കൊച്ചുവേളി, മാധവപുരം, കരിക്കകം ക്ഷേത്രം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം. റഷ്യയിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കുരിശടി സ്വദേശികളായ സഹോദരങ്ങളുടെ വീട്ടിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സന്ദർശനം നടത്തും. ഇന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനം. ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും ബാധിച്ചേക്കാവുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രോം. ലോകത്താകമാനം 60 ലക്ഷത്തോളം ഡൗൺ സിൻഡ്രോം ബാധിതരുണ്ടെന്നാണ് കണക്ക്. ഡൗൺ സിൻഡ്രോം ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്. മനുഷ്യ ശരീരത്തിലെ 21ാമത്തെ ക്രോമസോമിന് സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ജോഡിക്ക് പകരം 3 പതിപ്പുകൾ ഉണ്ടാകുന്നതാണ് ഡൗൺ സിൻഡ്രോമിന്റെ കാരണമായി കരുതപ്പെടുന്നത്. 2024 ലോക ഡൗൺ സിൻഡ്രോം ദിനത്തിന്റെ തലവാചകം ആവർത്തന വിരസമായ മാതൃകകളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് ബുദ്ധിവളർച്ചക്കുറവിനോടൊപ്പം മറ്റൊരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്ന, വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന കുട്ടികളാണ് ഡൗൺ സിൻഡ്രോം ബാധിതരായ വ്യക്തികൾ. അവർ പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴും മറ്റും അവർക്ക് ഇഷ്ടമുള്ള സംഗീതം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. വികലാംഗ അവകാശ നിയമം 2016 പ്രകാരം മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ബുദ്ധിവളർച്ച കുറവുള്ളവർക്കും 40%-ലധികം അംഗവൈകല്യം അഥവാ ഡിസബിലിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ജോലി സംവരണത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് സത്യം. സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും ഉയരും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് താപനില. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മഹാരാഷ്ട്രയിൽ നേരിയ ഭൂചലനം. ഹിങ്കോലിയിലാണ് രാവിലെ 6:08-നും 6:19-നും റിക്ടർ സ്കെയിലിൽ 4.5-ഉം 3.6-ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. IPL 2020 ക്രിക്കറ്റ് 17ാം സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ചെന്നൈയിലെ ഉദ്ഘാടന മത്സരത്തിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൗദി അറേബ്യയിൽ രാത്രി 12:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി സൂചികകളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 384 പോയിന്റ് നേട്ടത്തിൽ 72,486-ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 125 പോയിന്റ് നേട്ടത്തിൽ 21,964-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6,180 രൂപയും പവന് 800 രൂപ വർദ്ധിച്ച് 49,440 രൂപയുമാണ് ഇന്നത്തെ വില. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ റാങ്കിങ്ങിൽ 3.61 ഗ്രേഡോടെ MG സർവകലാശാല A++ കരസ്ഥമാക്കിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ അഭിമാനാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളുമായി രാജ്യം മുന്നോട്ട്. 1ാം-ഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. കേരളത്തിൽ PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വാദം കേൾക്കും. ഇന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനം. ലോകത്താകമാനം 60 ലക്ഷത്തോളം പേർ രോഗബാധിതരെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. IPL 2020 ക്രിക്കറ്റ് 17ാം സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.